പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഭക്തിയോടുകൂടെ നമുക്ക് ഈ ബലി അർപ്പിക്കാം. നമ്മൾ ഒരു പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓഗസ്റ്റ് മാസം മാതാവിൻ്റെ പ്രത്യേക ഭക്തിയുള്ള വിശുദ്ധരുടെ മാസം കൂടിയാണ്. പരിശുദ്ധ കുർബാനയോട് ഭക്തിയുള്ള വിശുദ്ധരുടെ മാസം കൂടിയാണിത്. ഇന്ന് ആദ്യ വെള്ളിയാഴ്ച കൂടിയാണ്. വിശുദ്ധ മർഗരീത്ത മറിയത്തിന് ഈശോ പ്രത്യക്ഷപ്പെട്ട് 12 വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ 12ാമത്തെ വാഗ്ദാനം ഇപ്രകാരമാണ്: 9 ആദ്യ വെള്ളിയാഴ്ച കുമ്പസാരിച്ച് ഒരുങ്ങി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരെ മരണവിനാഴികയിൽ തള്ളിക്കളയുകയില്ല. ഇത് വളരെ സുന്ദരമായൊരു വാഗ്ദാനമാണ്. നമുക്ക് അതുകൊണ്ട് ആദ്യ വെള്ളിയാഴ്ച ഭക്തി വളരെ പ്രാധാന്യത്തോടുകൂടെ കൊണ്ടാടേണ്ട ഒന്നാണ്. ചിലയിടങ്ങളിലെല്ലാം കടമുള്ള ദിവസം പോലെയാണ് ആദ്യ വെള്ളിയാഴ്ച ഭക്തി കൊണ്ടാടുന്നത്. നമുക്ക് നമ്മുടെ കത്തോലിക്ക വിശ്വാസ ജീവിതത്തിൽ അതൊരു ശീലമാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ആദ്യ വെള്ളിയാഴ്ച ഭക്തി, ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി, ഈശോയുടെ പീഡാസഹനങ്ങളെ ഓർക്കുന്ന ദിവസം ഒക്കെ അതായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി നമ്മുടെ വിശ്വാസ വളർച്ച നമുക്ക് അതിനുവേണ്ടി ആഗ്രഹിക്കാം, പരിശ്രമിക്കാം. പ്രത്യേകമായി മാതാവിൻ്റെ മാധ്യസ്ഥ്യവും നമുക്ക് അപേക്ഷിക്കാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ പാപങ്ങളാൽ മുറിവേൽപ്പിക്കപ്പെട്ട അങ്ങേ പുത്രൻ്റെ ഹൃദയത്തിലുള്ള സ്നേഹത്തിൻ്റെ അനന്തനിധി ഞങ്ങൾക്ക് കാരുണ്യപൂർവ്വം പ്രദാനം ചെയ്യാൻ തിരുവുള്ളമാകണമേ. അങ്ങനെ ഞങ്ങളുടെ ഭക്തിയുടെ സ്നേഹാദരങ്ങൾ അവിടുത്തേക്ക് നൽകി അനുയുക്തമായ പാപപരിഹാരത്തിൻ്റെ ശുശ്രൂഷ ഞങ്ങൾ പ്രകടമാക്കാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് കർത്താവ് മോശയോട് അരുളി ചെയ്തു, നിശ്ചിത കാലത്ത് നിങ്ങൾ പ്രഖ്യാപിക്കേണ്ട കർത്താവിൻ്റെ തിരുനാളുകൾ, വിശുദ്ധ സമ്മേളനങ്ങൾ ഇവയാണ്. 1-ാം മാസം 14-ാം ദിവസം വൈകുന്നേരം കർത്താവിൻ്റെ പെസഹായാണ്. ആ മാസം 15-ാം ദിവസം കർത്താവിനുള്ള പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. 1-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനത്തിനുള്ളതായിരിക്കണം. അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത്. 7 ദിവസവും നിങ്ങൾ കർത്താവിന് ദഹനബലി അർപ്പിക്കണം. 7-ാം ദിവസം വിശുദ്ധ സമ്മേളനമുണ്ടായിരിക്കണം. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ദേശത്ത് എത്തിച്ചേരുകയും അവിടെ നിങ്ങൾ വിളവെടുക്കുകയും ചെയ്യുമ്പോൾ കൊയ്ത്തിലെ ആദ്യഫലമായ കറ്റ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. നിങ്ങൾ കർത്താവിന് സ്വീകാര്യരാകാൻ വേണ്ടി ആ കറ്റ പുരോഹിതൻ അവിടുത്തെ മുമ്പിൽ നീരാജനം ചെയ്യണം. സാബത്തിൻ്റെ പിറ്റേ ദിവസം അവനത് ചെയ്യട്ടെ. സാബത്തിൻ്റെ പിറ്റേ ദിവസം മുതൽ, അതായത് നീരാജനത്തിന് കറ്റ കൊണ്ടുവന്ന ദിവസം മുതൽ 7 പൂർണ്ണമായ ആഴ്ചകൾ നിങ്ങൾ കണക്കാക്കണം. 7-ാമത്തെ സാബത്തിൻ്റെ പിറ്റേ ദിവസം, അതായത് 50-ാം ദിവസം കർത്താവിന് പുതിയ ധാന്യങ്ങൾ കൊണ്ട് നിങ്ങൾ ധാന്യബലി അർപ്പിക്കണം. 7-ാം മാസം 10-ാം ദിവസം പാപപരിഹാര ദിനമായിരിക്കണം. അത് വിശുദ്ധ സമ്മേളനത്തിനുള്ള ദിവസവുമാണ്. അന്ന് ഉപവസിക്കുകയും കർത്താവിന് ദഹനബലി അർപ്പിക്കുകയും വേണം. ഇസ്രായേൽ ജനത്തോട് പറയുക, 7-ാം മാസം 15-ാം ദിവസം മുതൽ 7 ദിവസത്തേക്ക് കർത്താവിൻ്റെ കൂടാര തിരുനാളാണ്. ആദ്യ ദിവസം ഒരു വിശുദ്ധ സമ്മേളനം കൂടണം. അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത്. 7 ദിവസവും നിങ്ങൾ കർത്താവിന് ദഹനബലി അർപ്പിക്കണം. 8-ാം ദിവസം വിശുദ്ധ സമ്മേളനമുണ്ടായിരിക്കണം. കർത്താവിന് ദഹനബലിയും അർപ്പിക്കണം. ഇത് ആഘോഷത്തോടു കൂടിയ സമ്മേളനമാണ്. അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത്. കർത്താവിന് ദഹനബലിയും ധാന്യബലിയും പാനീയബലിയും മറ്റു ബലികളും അർപ്പിക്കേണ്ടതും വിശുദ്ധ സമ്മേളനമായി നിങ്ങൾ പ്രഖ്യാപിക്കേണ്ടതുമായ കർത്താവിൻ്റെ നിർദ്ദിഷ്ട തിരുനാളുകളാണ് ഇവ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി പുകഴ്ത്തുവിൻ. ഉച്ചത്തിൽ പാടി പുകഴ്ത്തുവിൻ. തപ്പുകൊട്ടിയും കിന്നരവും വീണയും ഇമ്പമായി മീട്ടിയും ഗാനമുതിർക്കുവിൻ. അമാവാസിയിലും നമ്മുടെ ഉത്സവദിനമായ പൗർണമിയിലും കാഹളമൂതുവിൻ. നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി പുകഴ്ത്തുവിൻ. ഉച്ചത്തിൽ പാടി പുകഴ്ത്തുവിൻ. എന്തെന്നാൽ അത് ഇസ്രായേലിലെ ചട്ടവും യാക്കോബിൻ്റെ ദൈവം നൽകിയ പ്രമാണവുമാണ്. ഈജിപ്തിലേക്ക് തിരിച്ചപ്പോൾ ജോസഫിനും
അവിടുന്ന് ഈ നിയമം നൽകി. നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി പുകഴ്ത്തുവിൻ. ഉച്ചത്തിൽ പാടി പുകഴ്ത്തുവേൻ. നിങ്ങളുടെ ഇടയിൽ അന്യദൈവം ഉണ്ടാകരുത്. ഒരന്യദൈവത്തെയും നീ വണങ്ങരുത്. ഈജിപ്ത് ദേശത്തു നിന്ന് നിന്നെ മോചിപ്പിച്ച ദൈവമായ കർത്താവ് ഞാനാണ്. നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി പുകഴ്ത്തുവിൻ. ഉച്ചത്തിൽ പാടി പുകഴ്ത്തുവേൻ. അല്ലേലൂയ, അല്ലേലൂയ. കർത്താവിൻ്റെ വചനം നിത്യം നിലനിൽക്കുന്നു. ആ വചനം തന്നെയാണ് നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട വചനം. അല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടി. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു സ്വദേശത്ത് വന്ന് അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു. അവർ വിസ്മയഭരിതരായി ചോദിച്ചു, ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്നാ? ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ? മറിയമല്ലേ ഇവൻ്റെ അമ്മ? യാക്കോബ്, ജോസഫ്, ശിമയോൻ, യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ? ഇവൻ്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. പിന്നെ ഇവന് ഇതെല്ലാം എവിടെ നിന്ന്? അവർക്ക് അവനിൽ ഇടർച്ചയുണ്ടായി. യേശു അവരോട് പറഞ്ഞു, പ്രവാചകൻ സ്വദേശത്തും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും അവമതിക്കപ്പെടുന്നില്ല. അവരുടെ അവിശ്വാസം നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. നമുക്കിരിക്കാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് മുൻപ് മറിയത്തിൻ്റെ വിമല ഹൃദയ മാസം, അത് ഓഗസ്റ്റ് മാസമായിരുന്നു. ഓഗസ്റ്റ് 22-ാം തീയതിയാണ് മറിയത്തിൻ്റെ വിമല ഹൃദയ തിരുനാൾ കൊണ്ടാടിയിരുന്നത്. അത് 12-ാം പിയൂസ് പാപ്പയാണതങ്ങനെ ആരംഭിച്ചതെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം പോൾ 6-ാമൻ പാപ്പ മറിയത്തിൻ്റെ വിമല ഹൃദയ മാസം അത് മെയ് മാസത്തിലേക്ക് മാറ്റി. എന്നിട്ട് ഈശോയുടെ തിരുഹൃദയ തിരുനാൾ കഴിഞ്ഞു വരുന്ന ശനിയാഴ്ച മറിയത്തിൻ്റെ വിമല ഹൃദയ തിരുനാളായിട്ട് മാറ്റി. എന്നിട്ട് ഓഗസ്റ്റ് 22 അത് മാതാവിൻ്റെ കിരീടധാരണ തിരുനാൾ, സ്വർഗരാജ്ഞിത്വ തിരുനാൾ, അത് അങ്ങനെ ആചരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് എനിക്ക് എൻ്റെ വൈദിക ജീവിതത്തിൻ്റെ പ്രാരംഭ വർഷങ്ങളിൽ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഓഗസ്റ്റ് മാസം യഥാർത്ഥത്തിലൊരു മരിയൻ മാസം പോലെയാണല്ലോ. കാരണം മാതാവിനോട് ഭക്തിയുള്ള വിശുദ്ധരുടെ മാസമാണ്. മാത്രമല്ല പരിശുദ്ധ കുർബാനയോട് ഭക്തിയുള്ള വിശുദ്ധരുടെ മാസം കൂടിയാണ്. അതാണ് ആ ഒരു കാര്യം ശ്രദ്ധിച്ചപ്പോഴാണ് എത്രയോ പ്രാധാന്യമുള്ളതാണ് ഈ ഓഗസ്റ്റ് മാസം. മാതാവിൻ്റെ തന്നെ 2 തിരുനാളുകളാണ് വരുന്നത്. മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളും മാതാവിൻ്റെ സ്വർഗരാജ്ഞിത്വ തിരുനാളും. അപ്പോൾ ഇന്ന് വിശുദ്ധ അൽഫോൻസ് മരിയ ലിഗോരി എന്ന വിശുദ്ധൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. ഇദ്ദേഹവും പരിശുദ്ധ കന്യകാമറിയത്തോടും പരിശുദ്ധ കുർബാനയോടും അനിതര സാധാരണമായ ഭക്തി പുലർത്തിയിരുന്ന ഒരാളാണ്. നാളെ മറ്റൊരു വിശുദ്ധൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്, വിശുദ്ധ പീറ്റർ ജൂലിയാൻ എയ്മാഡ്. അദ്ദേഹം ദിവ്യകാരുണ്യ സഭ സ്ഥാപിച്ചു, സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ടും വൈദികർക്ക് വേണ്ടിയിട്ടും. അദ്ദേഹത്തെ ദിവ്യകാരുണ്യത്തിൻ്റെ അപ്പോസ്തലൻ എന്നാണ് പറയപ്പെടുക. ഇനി നമുക്കറിയാം 4-ാം തീയതി വിശുദ്ധ ജോൺ മരിയ വിയാനി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച വൈദികനായി തീർന്ന കുമ്പസാരക്കൂട്ടിലെ രക്തസാക്ഷി എന്ന് പറയപ്പെടുന്ന വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാളാണ്.
ഇനി 5-ാം തീയതി അത് റോമിൽ 4 പ്രധാന ബസിലിക്കകളുണ്ട്. അത് നമ്മുടെ ലോകത്തിലുള്ള എല്ലാ കത്തോലിക്ക പള്ളികളുടെയും തലപ്പള്ളികളെന്ന് പറയപ്പെടുന്ന പള്ളികളാണ്. നമുക്കറിയാമല്ലോ, സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ, അതുപോലെ വിശുദ്ധ പൗലോസിൻ്റെ ബസിലിക്ക, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ ബസിലിക്ക, ലാറ്ററൻ ബസിലിക്ക എന്ന് പറയപ്പെടുന്നത്. പിന്നെ 4-ാമത്തേത് മാതാവിൻ്റെ ബസിലിക്ക, മരിയ മജോറെ. അവിടെയാണ് നമ്മുടെ ഫ്രാൻസിസ് പാപ്പായെ അടക്കം ചെയ്തിരിക്കുന്നത്. അപ്പം മരിയ മജോറെ ബസിലിക്കയുടെ പ്രതിഷ്ഠാ തിരുനാളാണ് അത് ഓഗസ്റ്റ് 5-ാം തീയതി. മഞ്ഞുമാതാവിൻ്റെ തിരുനാളെന്ന് പറയപ്പെടുന്ന തിരുനാളാണ്. നമ്മുടെ കോട്ടപ്പുറം രൂപതയിലെ, കേരളത്തിലെ കോട്ടപ്പുറം രൂപതയിലെ അവിടെ ബസിലിക്ക തിരുനാൾ, അത് ബസിലിക്ക പള്ളി, അത് മഞ്ഞുമാതാവിൻ്റെ ബസിലിക്കയാണ്, പള്ളിപ്പുറം. അവിടെ ഓഗസ്റ്റ് 5-നാണ് തിരുനാൾ. ഇനി ഓഗസ്റ്റ് 8-ാം തീയതി ഡൊമിനിക് പുണ്യവാളൻ്റെ തിരുനാളാണ്. സഭയിലെ കുറേ തെറ്റായ പഠനങ്ങളുണ്ടായപ്പോൾ മാതാവിൻ്റെ ഒരു ദേവാലയത്തിൽ കയറി പുണ്യവാളൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് തന്നെ പ്രത്യക്ഷപ്പെട്ട് വിശുദ്ധ ഡൊമിനിക് പുണ്യവാളൻ ജപമാല കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് ചൊല്ലി പ്രസംഗിക്കാൻ പറഞ്ഞു. അങ്ങനെ സഭയിലെ തെറ്റായ പഠനങ്ങൾക്കെതിരെ പ്രസംഗിച്ച് വിജയം നേടാൻ വിശുദ്ധ ഡൊമിനിക്കിന് സാധിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 13-ാം തീയതി വിശുദ്ധ ജോൺ ബെർക്കമൻസിൻ്റെ തിരുനാളാണ്. അദ്ദേഹം അൾത്താര ശുശ്രൂഷകരുടെ മധ്യസ്ഥനാണ്. അദ്ദേഹം ദേവാലയത്തിൽ വന്നു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയോട് പ്രത്യേക ഭക്തി പുലർത്തിയിരുന്നു. 1, 2, 3 കുർബാനകളിലൊക്കെ മടുപ്പ് കൂടാതെ പങ്കെടുത്തിരുന്നു. അതാണ് വിശുദ്ധ ജോൺ ബെർക്കമൻസ്. ഇനി വിശുദ്ധ മാക്സിമിലിയൻ മരിയ കോൾബെ, ഇദ്ദേഹം ഒരു നാസി തടങ്കൽ പാളയത്തിൽ ഒരു നിരപരാധിക്ക് വേണ്ടിയിട്ട് മരണം, ഒരു കുറ്റവാളിക്ക് വേണ്ടിയിട്ട് അയാളുടെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പകരം ഞാൻ മരിച്ചോളാമെന്ന് പറഞ്ഞ് അയാൾക്ക് വേണ്ടി മരണം വരിച്ച വിശുദ്ധനാണ്. ഇദ്ദേഹം മാതാവിനോടുള്ള ബഹുമാനാർത്ഥം ഒരു മരിയൻ സേന സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ഓഗസ്റ്റ് 15 നമുക്കറിയാമല്ലോ, മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ. ഇനി ഓഗസ്റ്റ് 20-ാം തീയതി എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന എഴുതിയ, നമ്മൾ ഇന്നും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയല്ലേ, ആ പ്രാർത്ഥന എഴുതിയ വിശുദ്ധ ബെർണാഡ് പുണ്യവാളൻ്റെ തിരുനാളാണ്. ഓഗസ്റ്റ് 21-ാം തീയതി വിശുദ്ധ 10-ാം പിയൂസ് പാപ്പയുടെ തിരുനാളാണ്. 10-ാം പിയൂസ് പാപ്പയാണ് ഒരു 9 വയസ്സ് പ്രായമുള്ളപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആദ്യ കുർബാന സ്വീകരണം, അതിനുള്ള അനുവാദം കത്തോലിക്ക സഭയിൽ കൊടുത്തത്. ഞായറാഴ്ചകളിൽ മാത്രമേ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ മുതിർന്നവർക്കും അനുവാദമുണ്ടായിരുന്നുള്ളൂ. എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള അനുവാദം കത്തോലിക്ക സഭയിൽ കൊടുത്തത് വിശുദ്ധ 10-ാം പിയൂസ് പാപ്പയാണ്. ഇനി ഓഗസ്റ്റ് 22-ാം തീയതി മാതാവിൻ്റെ സ്വർഗരാജ്ഞി തിരുനാൾ. അങ്ങനെ നോക്കുമ്പോൾ എത്ര സുന്ദരമാണ് ഈ മാസം. മാതാവിൻ്റെ ഭക്തിയുള്ള വിശുദ്ധരുടെ തിരുനാൾ മാസമാണ്. നമ്മളിന്ന് വിശുദ്ധ അൽഫോൺസ് മരിയ ലിഗോരിയുടെ തിരുനാൾ കൊണ്ടാടുമ്പോൾ ഇദ്ദേഹം ചേർത്ത് വെച്ച 2 കാര്യങ്ങളാണ് പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയും പരിശുദ്ധ മാതാവിനോടുള്ള ഭക്തിയും. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒത്തിരി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. നല്ലൊരു വക്കീലായിരുന്നു ഇദ്ദേഹം. 90-ാം വയസ്സിലാണ് മരണമടഞ്ഞത്. കാനൻ നിയമത്തിലും സിവിൽ നിയമത്തിലും ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. ഇദ്ദേഹത്തെ സഭയിൽ വലിയ വിശുദ്ധനായിട്ട് വണങ്ങുകയാണ്. അപ്പോൾ ഇദ്ദേഹം പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഇദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് പരിശുദ്ധ കുർബാനയുടെ സന്ദർശനങ്ങൾ. ഇനി പരിശുദ്ധ മറിയത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകമാണ് പരിശുദ്ധ മറിയത്തിൻ്റെ മഹത്വങ്ങൾ. ഇത് രണ്ടും ഇദ്ദേഹത്തിൻ്റെ ഈ പരിശുദ്ധ കുർബാനയോടും പരിശുദ്ധ കന്യകാമറിയത്തോടുമുള്ള ഭക്തി അത് ചൂണ്ടിക്കാണിക്കുന്ന 2 കാര്യങ്ങളാണ്. നമുക്കറിയാമല്ലോ, നിത്യസഹായ മാതാവിനോടുള്ള നൊവേന കേരളത്തിൽ വളരെ പ്രസിദ്ധമാണ്. ഇദ്ദേഹം സ്ഥാപിച്ച ഒരു സന്യാസ സഭയാണ് ദിവ്യരക്ഷകൻ്റെ സഭ. ഇത് കോൺഗ്രിഗേഷൻ ഓഫ് ഹോളി റെഡീമർ, റെഡംറ്റോറിസ്റ്റ്, അങ്ങനെയാണ് ആ വൈദികരെ പറയുക. ആ വൈദികരാണ് കേരളത്തിൽ നിത്യസഹായ മാതാവിനോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നത്. അത് മഞ്ഞുമാതാവിൻ്റെ ചിത്രവുമായിട്ട് ബന്ധമുണ്ട്. റോമിലെ മരിയ മജോറെ ബസിലിക്കയിലുള്ള മഞ്ഞുമാതാവിൻ്റെ ചിത്രം അത് നിത്യസഹായ മാതാവിൻ്റെ ചിത്രമാണ്. അവർ ലേഡി ഓഫ് പെർപെച്വൽ ഹെൽപ്പ്, നിത്യസഹായം. നമ്മൾ ശനിയാഴ്ചകളിൽ ഒട്ടുമിക്ക കത്തോലിക്ക ദേവാലയങ്ങളിലും നിത്യസഹായ മാതാവിൻ്റെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. ആ നൊവേന പുസ്തകം കയ്യിലുള്ളവർ അതിൻ്റെ പുറകുവശം നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ദിവ്യരക്ഷകൻ്റെ ഈ അൽഫോൺസ് മരിയ ലിഗോരി
സ്ഥാപിച്ച കോൺഗ്രിഗേഷനാണ് അത് പ്രിൻ്റ് ചെയ്ത് കേരളത്തിൽ പ്രസിദ്ധീകരിക്കുന്നത്, അത് പ്രസിദ്ധമാക്കുന്നത്. അതുപോലെ തന്നെ ഈ വിശുദ്ധൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നിരന്തരം ജപമാല ചൊല്ലിയാൽ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം വളരെ എളുപ്പമാണ്. നിരന്തരം ജപമാല ചൊല്ലിയാൽ. അതാണ് നമ്മളിന്ന് സ്വീകരിക്കേണ്ട ഒരു സന്ദേശം. ഈ മാസത്തിൽ പ്രത്യേകിച്ച് മാതാവിനോടും പരിശുദ്ധ കുർബാനയോടും ഭക്തിയുള്ള വിശുദ്ധരുടെ മാസത്തിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചേർത്ത് വയ്ക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയും പരിശുദ്ധ മാതാവിനോടുള്ള ഭക്തിയും. പരിശുദ്ധ മറിയമാണ് ആദ്യത്തെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്തിയതെന്ന് പറയപ്പെടുന്നു. കാരണം ഉദരത്തിൽ ഉരുവായ ഈശോയുമായി ആ മല ഓരങ്ങളിലൂടെ മലമ്പ്രദേശത്തേക്ക് എലിസബത്തിൻ്റെ വീട്ടിലേക്ക് യാത്ര ചെയ്തത്. അപ്പം മറിയത്തിൻ്റെ ഉള്ളിലുള്ള ഈശോ, മറിയത്തിൻ്റെ ഉള്ളിലുള്ള ഈശോയെ മറിയം നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ചു. കുരിശിൻ്റെ വഴിയിലൂടെ നടന്ന് കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ഈശോയുടെ കുരിശിൽ നിറക്കിയ ശരീരം തൻ്റെ മടിയിലേക്ക് വാങ്ങി, അങ്ങനെ ആദ്യമായിട്ട് മുറിക്കപ്പെട്ട ഈശോയുടെ ശരീരം പരിശുദ്ധ കുർബാന സ്വീകരിച്ചത് പരിശുദ്ധ മറിയമാണ്. അപ്പോൾ പരിശുദ്ധ മറിയവും പരിശുദ്ധ കുർബാനയും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഈ ഒരു വളർച്ച നമുക്ക് ആവശ്യമാണ്. നമ്മൾ പരിശുദ്ധ കുർബാനയോടുള്ള ബഹുമാനാർത്ഥമാണല്ലോ നമ്മൾ മൂന്നാമത്തെ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ഒന്നാമത്തെ തിരുസഭയുടെ കൽപ്പന ഞായറാഴ്ചകളും കടപ്പെട്ട തിരുനാളുകളും മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളണം. അപ്പോൾ ഈ ഒരു കൽപ്പന നമ്മൾ പാലിക്കുന്നത് പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയുടെ ഭാഗമായിട്ടാണ്. നമുക്ക് അത് ഒരുക്കത്തോടുകൂടെ സ്വീകരിക്കാൻ സാധിക്കുന്നതും അത് വലിയ അനുഗ്രഹമാണ്. ഒരു ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ കുർബാന ഇല്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടാകില്ല. പരിശുദ്ധ കുർബാന യഥാർത്ഥത്തിൽ ദേവാലയത്തിലെ ശുശ്രൂഷകൾ ആ ദേവാലയത്തിൻ്റെ ഭക്ഷണമാണ്. ഒരു ദേവാലയത്തിന് ഭക്ഷണം കൊടുക്കണ്ടേ? അപ്പോൾ ഒരു ദേവാലയത്തിൻ്റെ ഭക്ഷണമാണ് പരിശുദ്ധ ശുശ്രൂഷകൾ. ഓരോ ശുശ്രൂഷകൾ, ആരാധനകൾ നടത്തുന്നു, കുർബാനകൾ അർപ്പിക്കുന്നു, അങ്ങനെ ഓരോ ശുശ്രൂഷകൾ നടത്തപ്പെടുന്നു. അപ്പോൾ പരിശുദ്ധ കുർബാന ഏറ്റവും ഉന്നതമായ പ്രാർത്ഥനയാണല്ലോ. അപ്പോൾ ദേവാലയത്തിന് കൊടുക്കുന്ന ഭക്ഷണം കൂടിയാണ് പരിശുദ്ധ കുർബാന. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മുടെ വീടിന് ഭക്ഷണം കൊടുക്കണ്ടേ? വീട്ടിലെല്ലാ ദിവസവും പ്രാർത്ഥിക്കണ്ടേ? അപ്പോൾ വീട്ടിലെ കുർബാനയാണ് ജപമാല. കാരണം ഈശോയുടെ രഹസ്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണല്ലോ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുന്നത് മറിയത്തോടൊപ്പമുള്ള ഈശോയുടെ തിരുമുഖ ധ്യാനമാണ് ജപമാല. അപ്പോൾ വീട്ടിലെ കുർബാനയാണ് പരിശുദ്ധ ജപമാല. അപ്പോൾ വീടിന് ഭക്ഷണം കൊടുക്കണ്ടേ? നമ്മൾ മാത്രം കഴിച്ചാൽ പോരല്ലോ. വീടിന് ഭക്ഷണം കൊടുത്താലും വീട് വളരും, ആത്മീയതയിൽ വളരും. ഒരു പള്ളി അല്ലെങ്കിൽ ഇങ്ങനെ ഈ തീർത്ഥാടന കേന്ദ്രം ഇങ്ങനെ തീർത്ഥാടന കേന്ദ്രമായി വളർന്നതിൻ്റെ കാരണം എന്താണ്? ഇവിടെ ഈ ദേവാലയത്തിന് ഭക്ഷണം കൊടുത്തു, ശുശ്രൂഷകൾ കൊടുത്തു, കുർബാനകൾ അർപ്പിക്കപ്പെടുന്നു. എല്ലാ ദിവസവും ഇവിടെ 11 കുർബാനകൾ, ചൊവ്വാഴ്ചകളിലും ഞായറാഴ്ചകളിലും 12 കുർബാനകൾ, എത്രയോ കുർബാനകൾ അർപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഈ ദേവാലയത്തിന് ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ടാണ് ദേവാലയം വളർന്നുകൊണ്ടിരിക്കുന്നത്, ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് അനുഗ്രഹം ഉണ്ടാകുന്നത്. അപ്പോൾ വീട്ടിലെ കുർബാന ജപമാല വീടിനും ഭക്ഷണം കൊടുക്കണ്ടേ? വീടിന് ഭക്ഷണം കൊടുത്താൽ വീട് വളരും, ആത്മീയതയിൽ വളരും. അവിടെ തർക്കങ്ങളൊന്നും ഉണ്ടാകുകയില്ല, അവിടെ എപ്പോഴും സമാധാനം ഉണ്ടാകും. നമ്മുടെ വീട്ടിലേക്ക് കയറി പ്രവേശിക്കാൻ ഒരുമ്പെട്ടിരിക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ പോലും നമ്മുടെ പടിക്ക് പുറത്ത്, നമ്മുടെ അതിർവരമ്പിന് അപ്പുറത്തേക്ക് സുള്ളിട്ട് നിൽക്കും. അതാണ് പ്രാർത്ഥനയുടെ ശക്തി. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയോടും പരിശുദ്ധ ജപമാലയോടും പരിശുദ്ധ മാതാവിനോടുമുള്ള ഭക്തി നമ്മൾ വളർത്തിയെടുക്കണം. ഇതാണ് ഇപ്പോൾ ഈ കരിസ്മാറ്റിക് ധ്യാനങ്ങളും നവീകരണ ശുശ്രൂഷകളും യൂട്യൂബിലൊക്കെ ഒത്തിരി വചനപ്രഘോഷണ ശുശ്രൂഷകളൊക്കെ ഉണ്ട്. പക്ഷേ എന്നിട്ടും നമുക്ക് ആത്മീയതയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇതൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ മുതിർന്ന മാതാപിതാക്കൾ ചെയ്തിരുന്ന രണ്ട് കാര്യങ്ങൾ, അവർ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം പള്ളിയിൽ പോയിരുന്നു, വീട്ടിലെ പ്രാർത്ഥന മുടക്കിയിരുന്നില്ല. ഇന്ന് വേറെ എല്ലാം ചെയ്യുന്നുണ്ട്, ധ്യാനങ്ങൾ കൂടുന്നുണ്ട്, പക്ഷേ പള്ളിപ്പോക്കും പ്രാർത്ഥനയും മുടക്കുന്നുണ്ട്. നമുക്കതുകൊണ്ട് വിശുദ്ധ അൽഫോൻസ് മരിയ ലിഗോരിയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ഈ ഓഗസ്റ്റ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് കൂടെ ചേർത്ത് പിടിക്കാം പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയും പരിശുദ്ധ മാതാവിനോടുള്ള ഭക്തിയും. ഇത് രണ്ടും നമ്മളെ ഒത്തിരി സംരക്ഷിക്കും.
ഞങ്ങൾക്കായി പ്രാർത്ഥിക്കും കന്യകാമേരിയേ, ഇപ്പോഴും എപ്പോഴും പ്രാർത്ഥിച്ചിടണമേ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കും കന്യകാമേരിയേ, ഇപ്പോഴും എപ്പോഴും പ്രാർത്ഥിച്ചിടണമേ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കും കന്യകാമേരിയേ, ഇപ്പോഴും എപ്പോഴും പ്രാർത്ഥിച്ചിടണമേ. ആമേൻ. ആത്മദാനമായി നൽകാൻ അപ്പവും വീങ്ങും ആശീർവദിച്ചര കൈകളിൽ നാദം ഈടുന്നു ഇങ്ങളെ പൂർണ്ണമായി കൈക്കൊള്ളണേ ഈശ്വരനൈവേദ്യമാ കൈക്കൊള്ളണേ ഈശ്വരനൈവേദ്യമാ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ പ്രിയപുത്രൻ്റെ ഹൃദയത്തിലെ അവാജ്യമായ സ്നേഹം കടാക്ഷിക്കണമേ. ഞങ്ങൾ സമർപ്പിക്കുന്നത് അങ്ങേക്ക് സ്വീകാര്യമായ കാഴ്ചയും ഞങ്ങളുടെ പാപങ്ങളുടെ പരിഹാരവുമായി തീരട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമന്ത്രി. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. കുരിശിൽ ഉയർത്തപ്പെട്ട് അവിടുന്ന് നമുക്ക് വേണ്ടി വിസ്മയനീയമായ സ്നേഹത്താൽ തന്നെ തന്നെ നൽകുകയും സഭയുടെ കൂദാശകൾ നിർഗളിക്കുന്ന കുത്തിത്തുറക്കപ്പെട്ട വിലാവിൽ നിന്ന് ചോരയും നീരും ചൊരിയുകയും ചെയ്തു. അങ്ങനെ രക്ഷകന്റെ തുറന്ന ഹൃദയത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് രക്ഷയുടെ ആ നീരുറവയിൽ നിന്ന് എല്ലാവരും സന്തോഷപൂർവം നിരന്തരം പാനം ചെയ്യുന്നുവല്ലോ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ.
സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. തിരുഭവമങ്ങേ മഹിമകളാൽ നിറഞ്ഞുമതും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റവും ധന്യനുമായി. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ മാർപ്പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണങ്ങളോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഒന്നിച്ച് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ
കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹത്തിൻ്റെ കൂദാശ ഞങ്ങളെ ദിവ്യസ്നേഹത്താൽ തീക്ഷ്ണത ഉള്ളവരാക്കട്ടെ. അതുവഴി അങ്ങ് പുത്രനിലേക്ക് നിരന്തരം ആകർഷിക്കപ്പെട്ട് സഹോദരങ്ങളിൽ അവിടുത്തെ ദർശിക്കാൻ വേണ്ട അറിവ് ഞങ്ങൾ സമ്പാദിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.